സിനിമാ ജീവിതത്തിനപ്പുറം ബന്ധങ്ങൾക്ക് മൂല്യം നൽകിയ വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. ഒപ്പം നടന്നവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഹൃദയത്തിൽ തൊടുന്ന ഓർമ്മകളാണ്. 4 പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ ബഹുമുഖ പ്രതിഭയായി നിന്ന ശ്രീനിവാസനെ നിരവധി പേർ അനുസ്മരിച്ചു. അതിൽ ഒരാളാണ് നടൻ മോഹൻലാൽ. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒട്ടേറെ സിനിമകൾ, മലയാളിയെ ഇന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ സിനിമകൾ പിറവി കൊള്ളുകയുണ്ടായി. മോഹൻലാലിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. ഒരുപാട് പേരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ശ്രീനിവാസൻ അത് എല്ലാ സിനിമയും ശ്രീനിവാസന്റെ ഒരു സർക്കാസം അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് പ്രോബ്ലംസ് ആ ഒരു ഇറയിൽ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ വളരെ രസകരമായിട്ട് കഴിച്ചുകൊണ്ട ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ ഇത്രയും വർഷത്തെ സഞ്ചാരത്തിനിടയിൽ ഒരു ആക്ടർ കൊളീഗ് എന്നുള്ള അല്ലാതെ ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ഞാനും ശ്രീനിവാസനും. പ്രിയദർശനായാലും സത്യനന്ദിക്കാരൊക്കെ ആയാലും. അതിൽ നിന്നൊരാൾ പെട്ടെന്ന് പോകുക എന്ന് പറയുമ്പം വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരുപാട് നല്ല സിനിമകൾ എഴുതിയ ഒരാളെന്ന നിലയിലും അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരാളെന്ന നിലയിലും, എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന ഒരാളെന്ന നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിൽ വളരെ വലുതാണ്. എപ്പോഴും ഉണ്ടാകും. അല്ലാത്തൊരു പ്രത്യേക സൗഹൃദമുള്ള ഒരാളായിരുന്നു. പറഞ്ഞ പോലെ ഒരു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അദ്ദേഹത്തെ അങ്ങനെ അറിഞ്ഞ കുറച്ച് ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാനും ശ്രീനിയുമായിട്ട് ചെയ്ത സിനിമകളൊക്കെ വളരെ രസകരമായ സിനിമകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുഹൃത്തുന്നതിലുപരി ഉള്ള ഒരാളാണ് അദ്ദേഹം. അപ്പം ഇങ്ങനെ ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്.